അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഈ കോളിഫ്ലവർ ഒന്ന് ഇതളുകളായിട്ട് അടർത്തി എടുത്തതിന് ശേഷം പൂ പോലെ ഒന്ന് അടർത്തി എടുക്കാം. എന്നിട്ട് ഇത് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് അതിലെ പുഴുക്കളും മറ്റും പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി എടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇതളുകളായിട്ട് എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് മൂടി വെച്ചിട്ട് അത് ആ വെള്ളമൊക്കെ മാറ്റി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്ററിൽ വെച്ചിട്ട്. ഇനി കോളിഫ്ലവർ ഓരോന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കോളിഫ്ലവർ എല്ലാം ഗ്രേറ്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. നമ്മളൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ മുറുക്കി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് മുഴുവനും എടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ഇതിൻ്റെ നീരെല്ലാം ഇറങ്ങി വരും. ഉണ്ടല്ലേ, നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കുക. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ബാക്കിയെല്ലാം ഇതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി ഈ കോളിഫ്ലവർ പിഴിഞ്ഞെടുത്ത നീര് കളയേണ്ട ആവശ്യമില്ല, ലാസ്റ്റിൽ നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. മുറുക്കി പിഴിഞ്ഞെടുത്ത കോളിഫ്ലവറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് അധികം എരിവില്ലാത്ത 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടല്ലേ മുറുക്കി പിഴിഞ്ഞെടുത്തത്, അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോളിഫ്ലവറിന്റെ എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ ഒന്ന് എത്തണം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 100 ഗ്രാം അളവിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. സവാളയൊക്കെ ചേർത്തപ്പോൾ കുറച്ച് വെള്ളമായി വന്നിട്ടുണ്ട്. ഈ മിക്സ് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങുമായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ നല്ലതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയ കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ഓരോന്നും ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാം. ഒരുമിച്ച് ഒരുപാട് ഇടണ്ട. ഇതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർക്കാം.
2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരച്ചെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി അല്ലികൾ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 15 കശുവണ്ടി പരിപ്പ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ ദാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി എണ്ണയാലും കുഴപ്പമില്ല. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്ത് ചേർക്കാം. ഒരു വലിയ സവാളയുടെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ സവാള എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരച്ചാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എന്താ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി കഴിക്കാത്തവർ അല്ലെങ്കിൽ ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറണം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോളിഫ്ലവർ മുറുക്കി പിഴിഞ്ഞെടുത്ത വെള്ളമില്ലേ, ഒരു 1/2 കപ്പ് ഉണ്ടാവും, അതൊഴിച്ചു കൊടുക്കാം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആ വെള്ളം കളയരുത്. ഇതിലേക്ക് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറുകിയ ഒരു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകി ഇതാ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്തിടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അപ്പം, ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്